എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ഭീമ സിനിമ ചിരിമയുടെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷം നിറഞ്ഞൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഭീമ സിനിമ ചിരിമയുടെ ഒരു പുത്തൻ അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഭീമ സിനിമ ചിരിമ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ചിരി ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരിമയിലേക്ക് ഹാർദവമായ സ്വാഗതം. വളരെ സന്തോഷപൂർവ്വം ഞാൻ വേദിയിലേക്ക് നമ്മുടെ അതിഥികളെ ക്ഷണിക്കുകയാണ്. ആദ്യമായി വരുന്നത് നമ്മുടെ ഈ ഷോയുടെ ഡയറക്ടർ, നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ സിദ്ദിഖ് സാർ. ഇത്തവണ സാറേ ഒരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് നമ്മളെ ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തീർച്ചയായും നമ്മുടെ മാ അസോസിയേഷൻ്റെ അമരക്കാരൻ വേണം. തീർച്ചയായിട്ടും. അതായത് ഇത് ഈ എപ്പിസോഡ് തുടക്കം കുറിച്ചതും ഇതിൻ്റെ പ്രസിഡന്റ് തന്നെയാണ്. അതെ. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രിയപ്പെട്ട മലയാള സിനിമയിൽ ഒരുപാട് കഴിവുകളുള്ള എല്ലാ മേഖലയിലും കൈവച്ച നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ, കലാഭവൻ മണി. അങ്ങനെ നമ്മുടെ ഒരു വലിയ ദൗത്യം കംപ്ലീറ്റ് ആവുകയാണ്. അതെ, തീരാൻ പോവാണ്. ഒരു എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പോലെയാണ്. അതെ, നമ്മൾ ഒരു എന്തൊക്കെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണോ ഇത് തുടങ്ങിയത് അതൊക്കെ നമ്മളിങ്ങനെ ഇതിനകത്ത് നടപ്പാക്കിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ അതിഥി രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. അതിൽ ആദ്യത്തെ ഒരാളെ വിളിക്കാം. മിമിക്രി വേദിയിൽ നിന്ന് തന്നെ സിനിമയിലെത്തിയ ഒരാളാണ്. ഹാസ്യ കലാകാരനാണ്, കൊച്ചിക്കാരനാണ്. അടുത്താണ് വീട്. അതെ, നല്ല പൊക്കമുണ്ട്, എന്നെ പോലെ നല്ല ഹൈറ്റ്, നല്ല വെയിറ്റ്, വയറൊക്കെ നല്ല, കുറച്ചുകൂടി പൊക്കമുണ്ട്. വയറൊക്കെ നല്ല സൽമാൻ ഖാന്റെ പോലെ, 6 പാക്ക്, ഫാമിലി പാക്ക്. കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ആണോ? എന്നോട് എന്നൊക്കെ കുറച്ചുകൂടെ പൂക്കം അവനുള്ളത് കൊണ്ട് അവനെ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാം. മറ്റാരുമല്ല, ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി. അപ്പോൾ സാറേ, ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് എൻ്റെ നാട്ടിൽ നിന്നാണ്, കോട്ടയത്ത് നിന്ന്. ഈ നേരം വരെ വന്നൊക്കെ ആ നാട്ടിൽ തന്നെയല്ലേ? അതെ. രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും എറണാകുളത്തേക്ക് വന്നെന്നുള്ളൂ. കൂടുതലും ഒരുപാട് കലാകാരന്മാർ കോട്ടയത്തുണ്ട്. അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല കഴിവുള്ള, സിനിമാ വേദികളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രതിഭകളെയാണ് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നത്. മറ്റാരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കോട്ടയം സോമരാജ് ആൻഡ് മംഗളം പ്രസാദ്. കുറേ നാളായി കണ്ടിട്ടല്ലേ? നമ്മള് സിനിമാ ചിരിമയിൽ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. കുറച്ചധികം നാളായിട്ട് സോമരാജ് വരണ്ട്, ഇക്ക കാണാത്തോണ്ടാ. നല്ല വട്ടമുണ്ടെന്ന് കയറി വന്ന ട്രൂപ്പിൽ ഇപ്പോൾ നമ്മുടെ സ്കിറ്റുകളിൽ വരുന്നില്ലേ? ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് സ്കിറ്റുകൾ ചെയ്തു സോമരാജ്. സോമരാജിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, സോമരാജിനെ തന്നെ പറ്റി കഥ ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ശ്രീനി ചേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ആൾക്കാരെ ചിരിപ്പിക്കുക. അത്തരത്തിലുള്ള ഒരുപാട് കഥകള് ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് തന്നെ പറയാം, എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് ചിരിക്കും ചെയ്യും. എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, വീട്ടിൽ പിരിവിന് ആൾക്കാർ വന്നിട്ട് ക്രിസ്മസിന് കരോളുകാർ രാത്രി, രാത്രി ഞാനും വൈഫും പിള്ളേരൊക്കെ സിറ്റ് ഔട്ടിലിരിക്കുക. കരോള് പാട്ടുകാർ വന്ന് ഒരു പാട്ട് പാടി, രണ്ട് പാട്ട് പാടി, 7 പാട്ട് പാടിയിട്ട് പറഞ്ഞ് ആരും ഇല്ല, പോയേക്കാവുന്നു. ഈ കളവ് കാരണം ആരും കണ്ടിട്ടില്ല. 7 പാട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ കേട്ടു. അവരെ എപ്പോഴും പറയും, സോമരാജിന്റെ ഫോട്ടോ എടുത്തിട്ട് വൈറ്റ് പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് അതിനകത്ത് ഒന്നും വന്ന് എക്സ്പോസ് ആയില്ല എന്ന് പറഞ്ഞു. ആളെന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കും. കുറെ ഉണ്ട് സോമരാജന്റെ കഥ. ഇപ്പൊ സാർ പറഞ്ഞില്ലേ അധികമൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഒരിക്കല് സോമരാജനെ വിളിച്ചിട്ട്, സോമരാജൻ എന്താണ് ഇപ്പൊ അധികമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ, പണ്ടൊക്കെ വീട്ടിലായിരുന്നു ദാരിദ്ര്യം, ഇപ്പൊ ആശയദാരിദ്ര്യോടൊന്നും. ഒന്നിച്ച് ഒരുപാട് വീഡിയോ കാസറ്റുകളും ഓഡിയോ കാസറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, വളരെ അതായത് തോമസ് ഞാൻ ഒരുപാട് കാലം നടന്നിട്ടുണ്ട്. തോമസ് തോപ്പിൽക്കുടി, കോട്ടയം സോമരാജ് എന്ന് പറയുന്ന കോട്ടയം ജോസഫൊക്കെ ഉള്ളപ്പോൾ കൂടെ ഉണ്ടായിരുന്നല്ലേ? കോട്ടയം ജോസഫൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോഴേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സോമരാജനെ കുറിച്ച്. പണ്ടത്തെ വീഡിയോന്റെ കാസറ്റുകളിൽ പപ്പുവിന്റെ ഒക്കെ ശബ്ദം കൊടുത്തിരുന്ന വെച്ചത് സോമരാജനാണെന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് കഥാപ്രസംഗം എഴുതി കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? അവരുടെ പാഴ്ചകളൊക്കെ ഞാൻ എഴുതി കൊടുത്ത് വണ്ടിയുടെ കഥ.
സോമേട്ടൻ്റെ ഒരു കഥ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിയോ കാസറ്റുകൾ ആ സമയത്തെ ഹിറ്റ് കാസറ്റുകളിലൊക്കെ എഴുതിയിരിക്കുന്ന ഇദ്ദേഹമാണ്. അങ്ങനെ എനിക്കും ഒരു ആഗ്രഹം തോന്നി, എൻ്റെ പേര് വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് ഒരു കാസറ്റ് ഇറക്കാമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ സോമേട്ടനെ വിളിച്ചു. എന്നിട്ട് സോമേട്ടനോട് പറഞ്ഞു, സോമേട്ട 2 ദിവസം കോട്ടയത്ത് ഇരിക്കണം, തിരക്കുണ്ടെന്നറിയാം, എന്നാലും വന്നിരുന്നിട്ട് എനിക്ക് ഒരു കാസറ്റ് എഴുതി തരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് റൂമൊക്കെ എടുത്തു കൊടുത്ത് അവിടെ ഇരുത്തി. എന്നിട്ട് ഞാൻ വീട്ടിൽ കുളിക്കാൻ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരു കെട്ട് നമ്മുടെ ബാലരമ, ബോബനുമോളി, കോമഡി, ഉണ്ണിക്കുട്ടൻ ഇതെല്ലാം എഴുതി. അതിൻ്റെ മേളിൽ ഒരു ലെറ്റർ, പ്രിയപ്പെട്ട അജി, എന്നെ അബി വിളിച്ചു, ഞാൻ പോകുന്നു. ഈ പുസ്തകങ്ങൾക്കുള്ളിൽ ആവശ്യത്തിന് കോമഡികളുണ്ട്, വേണ്ടത് എടുത്തുകൊള്ളുക. എൻ്റെ അകത്ത് ഞാൻ എഴുതിയ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ബോബന് മുകളിലൊക്കെ എഴുതിയിട്ടില്ലേ? ഓടിച്ചിട്ട് അടിക്കാൻ വന്നിട്ടുണ്ട് ചില രാഷ്ട്രീയക്കാര്. ഈ അമർ ചിത്രകഥ ഉണ്ടല്ലോ പണ്ടത്തെ, അതില് ഈ എന്താ പറയണത്, ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു ഇതാ അവരുടെ കോമിക്കായിട്ട് അവരുടെ ബെഡ്റൂമാ. അപ്പൊ ബെഡ്റൂമിൽ ശിവൻ വരുന്നു, പാർവതി അവിടെ ഉണ്ട്, ബെഡിൽ കിടക്കുന്നു. അപ്പോൾ ശിവൻ കിടക്കാൻ വേണ്ടി വരുന്നു. ശിവൻ വരുന്നതിന് പാമ്പിന് വരെയായിട്ട് ഹോൾഡറിലിട്ടേക്കും എടുത്തിട്ട് ഓടിച്ചിട്ട് തല്ലാൻ പുസ്തകം മുഴുവൻ കത്തിച്ചാണ്. തൃശ്ശൂർ കുത്തിവെച്ചിട്ടെ ഈ മുരുകനും ഗണപതിയും ക്രിക്കറ്റ് കളിക്കുക, ഉടുക്കിനെറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഐറ്റംസ്. അങ്ങനെ റിസ്ക് എടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. ഇന്നായിരുന്നെങ്കിൽ വീട്ടിൽ വന്ന് നല്ല കയറി തന്നേരും. അന്നത്ര ഇതില്ലാത്തതുകൊണ്ട് അന്ന് ബുക്ക് കൂട്ടിയിട്ട് കത്തിച്ചെന്നേ ഉള്ളൂ, നാളെ തല്ലിയില്ല. അത് നല്ല കോപ്പി ചെലവായെന്ന് പറഞ്ഞ് അതിന്റെ പ്രസ് ഓണർ പിന്നെ അടിച്ച് കത്തിച്ച കാര്യം അറിഞ്ഞില്ല. വലിയ മക്കളൊക്കെ ഉണ്ട്. എനിക്കറിയാം, വളരെ സീനിയർ കലാകാരനാണ്. ഞങ്ങളൊക്കെ മിമിക്രി അവസാനിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് സോമരാജനൊക്കെ വരുന്നത്. കോട്ടയം നസീർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മോളെ, അതായത് നസീറിന്റെ ട്രൂപ്പിലുണ്ടായിരുന്നല്ലേ കുറെ. ഏറ്റവും രസം നമ്മളൊരു കലാകാരനാണെങ്കിലും ഒരു മിമിക്രി കലാകാരനാണെങ്കിലും ഇദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മിമിക്രിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ വരുമാനം മറന്നിട്ട് അതിജീവിച്ചിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്. മക്കളെ എന്തിനാ പഠിക്കണമെന്ന്? മൂത്ത മോള് BSc നേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് ജോലി. രണ്ടാമത്തെ മോള് ഫാഷൻ ഡിസൈനർ. മൂന്നാമത്തെ മോള് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു തിരുവനന്തപുരത്ത്. 3 പെൺകുട്ടികളാണ്. 3 പെണ്ണ്. അത്രയും ഈ മിമിക്രി കളിച്ചിട്ടാണ്. ഞാൻ പിന്നെ വിദേശത്തൊന്നും പോയിട്ടില്ല. ഇല്ലില്ല. പ്ലെയിനെ കയറത്തില്ല, പേടിയാണ്. ലിഫ്റ്റേ കയറത്തില്ല. ലിഫ്റ്റിലും കയറില്ല. അപ്പോൾ 12 നിലയൊക്കെ നടന്നു കയറും. തേവര നമ്മുടെ ഈ കോമഡി ഫെസ്റ്റിവലിൻ്റെ ഇതിനൊക്കെ ഏറ്റവും മുകളിലാണ് തന്നെ റൂം. നടന്നു കയറി പിറ്റേ ദിവസം അവിടെ ചെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ചെന്നിട്ടില്ലെന്ന്. അവിടെ പല പ്രാവശ്യങ്ങളും പറ്റിയിട്ടുണ്ട്. ഏറ്റവും മുകളിലാണ് റൂമും. അവിടെ ചെന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ടാണ് പുള്ളി ഓടി കയറി അവിടെ ചെന്നത്. പക്ഷെ അവിടെ നിന്നപ്പോൾ ചാവി താഴെ ഇരിക്കുന്നത് എടുക്കാൻ മറന്നു. പിന്നെ വീണ്ടും ഇറങ്ങി വന്ന് എടുത്തിട്ട് പോയ കഥകളൊക്കെ ഉണ്ട്. ഇനി ഒരു കലാകാരനുണ്ട്, മറ്റാരുമല്ല, നമ്മുടെ മംഗളം പ്രസാദേട്ടൻ. എനിക്ക് വളരെ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞങ്ങൾ ഒന്നിച്ച് നസീർഗഡ ട്രൂപ്പിൽ ഷോ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സോമേട്ടനും പ്രസാദേട്ടനും ഒക്കെ. ഞങ്ങൾ കോട്ടയത്തിൻ്റെ ഒരു കുറച്ച് സൗഹൃദങ്ങളുണ്ട്, മുത്തുകളാണ്. അതിലൊരു മുത്താണ് ഈ നിൽക്കുന്നത്. എന്താണ് പറയാം? പലപ്പോഴും ഈ നസീറിൻ്റെ പരിപാടിക്ക് നസീർ അമേരിക്കൻ തന്നെ, ഞാൻ മാനേര് അമേരിക്കൻ നസീർ വിളിച്ചു, എടാ നാളെ എവിടെ പരിപാടി? ചാവക്കാട്. ഞാൻ ഇന്ന് വരികയല്ലോ കേട്ടോ, അമേരിക്കയിൽ വിളിച്ചിട്ടേ. അപ്പോൾ അവിടെയൊക്കെ രക്ഷിക്കുന്ന അജിയെ കൂടെ ഫ്രണ്ട് ചെയ്യാൻ നിർത്തും കമ്മിറ്റിക്കാരുടെ മുമ്പിൽ. അജിയെ കാണുമ്പോൾ അവരൊന്നും ചെയ്യത്തില്ല. നസീറിന് പകരം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ചെയ്യും. അപ്പോൾ ഇതുപോലെ പ്രോഗ്രാമിന് കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കോട്ടയത്തൊരു ട്രൂപ്പുണ്ട്, അന്ധവിദ്യാലയം. കോട്ടയത്ത് ഒരു സ്കൂളാണ്, അവർക്കൊരു ഓർക്കസ്ട്ര ഉണ്ട്. ആ ഓർക്കസ്ട്രയ്ക്ക് ഇടയ്ക്ക് മിമിക്രി ഞാൻ, സോമരാജൻ, നസീർ, ഞങ്ങൾ 3-4 പേരാകും. ഞങ്ങൾ ഒളശയിലാണ് അവരുടെ ഇതെങ്കിലും. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പരിപാടിക്ക് വന്നപ്പോൾ ഈ എല്ലാവരും കണ്ണു കാണാത്തവരാണ്, സൗണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇതുള്ളൂ. ഞങ്ങളും ആ കൂടെ ഉണ്ട്. അപ്പോൾ ഓരോ ഗായകരെയും ഓർക്കസ്ട്രക്കാരെയൊക്കെ അവരിങ്ങനെ കൈ പിടിച്ച് ഇറക്കുക. ഞങ്ങൾ ബാക്ക് സീറ്റില്ല, ഞങ്ങളെയും അതുപോലെ തന്നെ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ കൈ പിടിച്ച് അങ്ങനെ ഇറക്കി അവിടെ ചെന്നു, സ്റ്റേയൊക്കെ കാണിച്ചു തന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുക. ആ മോനെ ഇതാണ് ബീഫ് കേട്ടോ, ഞങ്ങളുടെ കൈ പിടിച്ച്. നമ്മൾ ആദ്യത്തെ ഇട്ട് തീർന്നു, സാധനം തീർന്നു, ഇത് ബീഫ് മറ്റേ. അപ്പം ഞങ്ങളെയൊക്കെ വലിയ സഹതാപത്തോട് കാണുന്നു. ഗാനമേള കഴിഞ്ഞു, പാവങ്ങളല്ലേ, കണ്ണ് കാണത്തില്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൈസയൊക്കെ തന്നു. ബാക്കിൽ ചെന്ന് ഒരു ഒച്ചപ്പാട് അവിടെ നോക്കുമ്പോൾ ഞങ്ങളൊരു ഭയങ്കര ബഹളം. ഇതിന് 50 രൂപ ഉള്ളൂ, 150 രൂപ പറഞ്ഞാൽ 50 രൂപ ഉള്ളൂ. ഞങ്ങൾക്ക് കണ്ണ് കാണാം. അപ്പോൾ അവർ എടാ നീയൊക്കെ നമ്മളെ പറ്റിക്കുകയായിരുന്നു അല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുപോലെ അതിൻ്റെ സെക്രട്ടറി ചോദിച്ചു അമ്പലത്തിലെ, ഈ വണ്ടി ഓടിച്ച ആളുടെ അന്ധനാണോ എന്ന്. വണ്ടി ഓടിച്ചാൽ അന്ധനാണോ എന്ന് പുള്ളി ഓർത്ത് എല്ലാവരും അന്ധന്മാരായിരിക്കും. ഡ്രൈവറുവേ
സോമരാജന്റെ വേറെ അനുഭവമുണ്ട്. സോമരാജന്റെ വൺമാൻ ഷോ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി തിരുനക്കര അമ്പലത്തിൽ. അതിലെന്തൊക്കെയാന്ന് ചെയ്തത്? അയ്യോ സഹിക്കാൻ പറ്റില്ല. അന്ന് ഗാനം ഞാൻ ഓഡിയൻസാ. എന്ത് പറഞ്ഞ സ്റ്റാർ സിനിമാ താരങ്ങളുടെ ശബ്ദം. ഒന്ന് രണ്ട് താരങ്ങൾ ഇല്ല പറയത്തില്ല. അതെന്താ? എല്ലാം എൻ്റെ കൊണ്ട് തന്നെ. സോമരാജൻ അവിടെ പറഞ്ഞത് കുതിരവട്ടം പപ്പു, മണവാളൻ ജോസഫ്. ഒരു താരത്തെ പറയൂ, ഒരു താരത്തെ. തെറ്റിയാലും കുഴപ്പമില്ല. തെറ്റിയാലും കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ച് അല്ല, പണ്ടത്തെ കാസറ്റിൽ കഴിഞ്ഞാൽ വൺ മാൻ ഷോ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല തെറ്റിയാ കുഴപ്പം ഇല്ലെന്ന് പറയാൻ. ഇല്ല ഇത് നമ്മുടെ വേദിയല്ലേ. അല്ല പപ്പയുടെ ശബ്ദം തന്നെ കാണിക്കും. പപ്പയുണ്ട്. ഞാൻ പണ്ട് പറയും ഇപ്പം അത് വേണ്ട, നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ പാ മാത്രമേ കിട്ടുന്നുള്ളൂ. പപ്പു ഇല്ല, പൂ കിട്ടുന്നില്ല. സാറേ പറഞ്ഞു ഒന്ന് ഓഡിയൻസാ. പ്രസാദ് ഇല്ല സ്കിറ്റില് എന്തായാലും ഈ വേദിയിൽ ഇവർ രണ്ടുപേരും ഇവിടെ വന്നതിൽ രണ്ടുപേരെയും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇനിയും ഒരുപാട് വേദികളും സിനിമയും നിങ്ങൾക്കുണ്ടാവട്ടെ. ഇനി വിളിക്കാൻ പോണതും കോട്ടയാണോ? അല്ലല്ല, ഇത് കോട്ടയമല്ല. കാരണം നമ്മുടെ ഈ ഒരു അസോസിയേഷനിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. കേരളത്തിലെ മുഴുവൻ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള കലാകാരന്മാരുണ്ടല്ലോ. അടുത്തത് വരുന്നതും വളരെ പ്രത്യേകതയുള്ള രണ്ട് കലാകാരന്മാരാണ്. ഒന്ന് ശ്രീജിത്ത്. വെൽക്കം ശ്രീജിത്ത്. അടുത്തത് വരുന്ന കലാകാരൻ മറ്റാരുമല്ല, ലാൽ വടുതല. നിങ്ങൾ ഒരുമിച്ച് പോകുന്നവരാണോ? മുൻപൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൊച്ചിൻ സാഗറിലാണ്, അബികായുടെ ട്രൂപ്പിലാണ്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാൻ കൽപ്പന ചേച്ചിയുടെ ശബ്ദം ചെയ്യാം. സിനിമ ചിരിമയെക്കുറിച്ച് കൽപ്പന ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? മഴവിൽ മനോരമയിലെ സിനിമ ചിരിമ എന്ന ഈ പ്രോഗ്രാം അത് മിമിക്രിക്കാരുടെ ഉത്സവം തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇതുപോലൊരു ഷോയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടുത്ത താരന്മാരായിരിക്കും കാവ്യ മാധവന്റെ ശബ്ദം, ഇന്റർവ്യൂകളിൽ കേട്ടിട്ടുള്ള ശബ്ദം. സത്യം പറഞ്ഞ ഞാനൊക്കെ സിനിമയിൽ വന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് സിനിമയിൽ യാഥാർത്ഥ്യമാവുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ സാധിച്ചതിൽ. ഞാനിപ്പോഴും നിങ്ങളുടെ പഴയ കാവ്യ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കലാകാരൻ ലാൽ വടുതല അല്ലേ? എന്താ സ്പെഷ്യൽ? സാർ, ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് യശശരീരനായ കമുറ പുരുഷോത്തമൻ്റെ പാട്ടാണ്, അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ. തുമ്പപ്പൂവിയണ പൂനിലവേ എൻ നെഞ്ചിൽ നിറയണ പൂങ്കിനവേ. തുമ്പപ്പൂവിയണ പൂനിലവേ എൻ നെഞ്ചിൽ നിറയണ പൂങ്കിനവേ. എത്ര നാള് കൊതിച്ചിരുന്നു നിന്നയെന്നും തേനൂറും പൂവാണെന്ന്, നിന്നയെന്നും തേനൂറും പൂവാണെന്ന്. ഞാറു നടുമ്പമടുത്തു വന്ന് ഒരു കാര്യം ചൊല്ലി പറഞ്ഞതില്ലേ. പുത്തരി പാടത്ത് പുഞ്ചവരമ്പത്ത് പാട്ടുന്നു കേക്കുവാൻ കാത്തിരുന്നു, എന്നു പാട്ടുന്നു കേക്കുവാൻ കാത്തിരുന്നു. തുമ്പപ്പൂവിയണ പൂനിലവേ എന്നു നെഞ്ചിൽ നിറയണ പൂങ്കിനവേ. ഭീമ സിനിമ ചിരിമയുടെ വേദിയിൽ വീണ്ടും രണ്ട് കലാകാരന്മാരെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. അതിലൊരു കലാകാരന് നമ്മുടെ പ്രസിഡന്റ് മണിച്ചേട്ടനുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. അത് ചെറിയ ബന്ധമല്ല, ഒരു വലിയ ബന്ധം തന്നെയാണ്. മറ്റാരുമല്ല, മണിച്ചേട്ടൻ്റെ പെങ്ങടെ മകൻ അല്ലേ? ഭീമ കോമഡി ഫെസ്റ്റിവലിൽ വളരെ മികച്ച കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ട് നമ്മുടെയൊക്കെ നല്ല അഭിപ്രായം നേടിയൊരു നല്ല കലാകാരനാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ രഞ്ജിത്ത്. രഞ്ജിത്തെ ഈ വേദിയിൽ തനിച്ചല്ല, രഞ്ജിത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്നേഹിതനും മികച്ച മിമിക്രി കലാകാരനുമായിട്ടുള്ള പ്രഭാത്.
രഞ്ജിത്തെ, നമ്മുടെ ഈ വേദിയിൽ ഒരുപാട് തിളങ്ങിയിട്ടുള്ള താരമാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. തീർച്ചയായും നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കൺകണ്ട ദൈവമായിട്ടുള്ള മണിച്ചേട്ടൻ്റെ കൂടത്തിൽ ഒരു വേദി പങ്കിടുകയാണ്. എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. മാമൻ്റെ ഒരുമിച്ച് ഇങ്ങനൊരു വേദി ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്ന ഒരു വേദിയിൽ മാമൻ്റെ ഒരുമിച്ച് പ്രോഗ്രാമിന് 2 സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. മാമൻ്റെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി ഒരു സിനിമ എന്ന് പറഞ്ഞ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം. ഞാൻ ഇതിനു മുമ്പ് പ്രതീക്ഷിക്കുന്ന കോമഡി ഫെസ്റ്റിവലിൽ മത്സരിക്കുന്ന സമയത്ത് മാമൻ ജഡ്ജ്മെന്റിന് ഇരിക്കുന്ന സമയത്ത് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അല്ല അതല്ല അത് സാധിച്ചില്ല. ആ ഒരു സങ്കടം നിലവിൽ ഇപ്പോൾ തീർത്തു. മാമൻ്റെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞത്. എന്താ ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം എന്താണ്? ശബ്ദാനുകരണം ചെയ്യാം. അതിൽ 1-2 താരങ്ങളൊക്കെ ചെയ്യാം. തീർച്ചയായും ആദ്യം തന്നെ ഭാവനയുടെ ശബ്ദം ചെയ്യാം. ചേട്ടൊരു തലാന്നല്ലേ? ചേട്ടനാരും തലാന്ന് പറഞ്ഞ് വിളിക്കണേ. എനിക്കറിയാം, ഞാൻ ആ പൊഞ്ചിന് ബസ് സുള്ളായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാ. ആദ്യം എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പണ്ടാരക്കാലം പിന്നാലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ചത്തളയെന്ന് പറഞ്ഞു. അവൻ ചത്തു കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം. ഒന്ന് പോടാ പൂവാലം പട്ടികളെ. ഇനി അടുത്തത് ലാൽ ജോസ് സാറിൻ്റെ ശബ്ദം. അങ്കനായ ഭാഷാ വിരോധിയായി പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന മാതൃഭാഷ സ്നേഹിയായ ഇവനാണ് ഈ കഥയിലെ നായകൻ. തനിക്ക് വഴങ്ങാത്ത കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്തി ന്യായം പറയുന്ന ഒരു സാധാരണ മലയാളികളുടെ പ്രതിനിധി. പക്ഷേ അതിജീവനത്തിൻ്റെ കാര്യത്തിൽ കാണാത്ത ലോകവും കേൾക്കാത്ത ഭാഷയും തനിക്ക് പ്രശ്നമല്ലെന്ന് ഈ മലയാളികൾ തെളിയിച്ചിട്ടുണ്ട്. കാലം ഇവന് വേണ്ടി കരുതി വെച്ച അങ്ങനെ ലോകമായിരുന്നു സ്പെയിൻ. താങ്ക് യു വെരി മച്ച്. ഇനിയുണ്ടോ സ്റ്റോക്ക്? ഇനി ആരാ? ലാൽ സാറിൻ്റെ ശബ്ദം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പാട്ടും പാടാം. മറ്റേ മനസ്സിൽ കുറിക്കണം എന്ന് പറയുന്നൊരു ശരിയാ. നീ പറയുന്നത് മുഴുവൻ ശരിയാ. എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോൾ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഉറക്കി കിടത്തി സ്വന്തക്കാരൻ നടത്തി വരുന്ന സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. എനിക്ക് നിന്റെ അമ്മ ചത്തുന്ന് കേട്ട ശരിയാവന്ന് അരെ സാലെ പത്മാവൻ. മനസ്സിൽ കുഴക്കണ് പെണ്ണ് ശകനായി കേക്കുന്നു പൊന്ന് തബല പെരുക്കണ കൂടെ സാരംഗി പാടുന്നു കണ്ട് ബല ബല മുഴക്കണ സതിര് പാട്ടില് മയകണ രാവ് നാളെ വെളുക്കണ നേരെ കാത്ത് വന്ന കനവുകൾ പെയ്യണ മാറൻ. താങ്ക് യു. ഓക്കെ, നന്നായിരുന്നു രഞ്ജിത്ത്. ഇനി നമ്മുടെ പ്രഭാതിലേക്ക് വരാം. എന്താണ് അങ്ങയുടെ കഴിവുകൾ? എൻ്റെ വെല്ലിച്ചൻ്റെ മകനാണ്. അയ്യോ, അത് ശരി. കുടുംബ ടീമാണ്. ഇതൊരു കുടുംബ ടീമാണ്. നമ്മളങ്ങനെ മാറിക്കൊടുത്താൽ ഇവര് കുടുംബക്കാരായിട്ട് നടത്തിക്കോളും. കുടുംബം മുഴുവൻ തന്നെ ഒരു മെഗാ ഷോ നടത്താനുള്ള താരങ്ങളുണ്ട്. എന്താ ചെയ്യാൻ പോണേ? ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ മിമിക്രിക്കാർക്കൊക്കെ അഭിമാനമായ നമ്മുടെ സലീം കുമാറിൻ്റെ 2 വ്യത്യസ്തമായ ശബ്ദമാണ്. ആ സലീമേട്ടൻ ഒരു കോമഡി പ്രോഗ്രാമിലുള്ള ജഡ്ജ്മെന്റ് 1990 ഞാനും ദിലീപ്, നാദൃഷ ഞങ്ങൾ കിഴക്കേക്കോട്ടയിൽ ബസ് ഇറങ്ങി അവിടുന്ന് സ്റ്റുഡിയോയിലെത്തി. അന്ന് ഞങ്ങൾ 3 പേരും ചെയ്ത സ്കിറ്റാണത്. അപ്പോൾ ഒരു മത്സരത്തിന് വരുമ്പോൾ മത്സരബുദ്ധിയോട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്തത് മീശമാധവൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്. അറിയാം അയാം ആട്ടുകുറ്റ് 3 കാണാൻ ലുക്കിൽ നിന്നുള്ള ഭഗീരഥൻ പിള്ളക്ക് മാധുരോടുള്ള വ്യക്തി വൈരാഗത്തിനെയും വിദ്വേഷത്തിനെയും കഥ ഈ ചേക്കിലെ ഓരോ മയിൽക്കുട്ടികൾക്ക് അറിയുന്ന സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ IPC 301, 302 വകുപ്പ് പ്രകാരം തൂപ്പിപ്പോണ വഴി കാണില്ല സാറേ. വനജയം ഡോണ്ടു. അടുത്തായിട്ട് വീണ്ടും മിമിക്രിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ബിജുക്കുട്ടൻ്റെ ശബ്ദം. നിങ്ങൾ ഇതും വായിച്ചോണ്ടിരിക്കണോ? നമ്മുടെ ആട്ടിൻകുട്ടീനെ വണ്ടി അടിച്ചെന്ന്. നമ്മുടെ കുഞ്ഞാട്ടിൻകുട്ടിയോ? നീ എവിടെയാ കെട്ടിയതിനെ? പറമ്പില്. എന്റെ അടി പറമ്പിൽ കൂടെ ഉള്ള ബൈക്കൊക്കെ പോകുന്നത് നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ കെട്ടല്ലെന്ന് അറിയോ? ഞാൻ ആ കുഞ്ഞാടിനെ എന്റെ കുഞ്ഞിനെ പോലെ നോക്കുന്ന. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്നാ ചെയ്യാന് നീ പറ. നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ. എന്നെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ആട്ടുകുഞ്ഞ് ഓടി വന്ന് മടിയിരുന്ന് മൂത്രം ഒഴിക്കും. അറിയാവോ? ചേട്ടാ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ആട്ടിൻകുട്ടിയെ മേടിച്ചാലോ? വേണ്ട, വേറെ എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മൊബൈൽ അടിക്കുന്നു. ഹലോ,
അളിയല്ലാണോ? ആ കുഴപ്പമില്ല അളിയൻ പോര്, ധൈര്യമായിട്ട് പോര്, ഒരു വിഷയമില്ല ഇവിടെ. അതെ അതെ, പോര് ധൈര്യമായിട്ട് പോര്. ഓക്കെ ഓക്കെ അളിയ. ആരേട്ടാ? എടി നിന്റെ കുഞ്ഞാങ്ങളയില്ലേ, കുഞ്ഞാങ്ങളെയും ഭാര്യയും വരുന്നെന്ന്. അയ്യോ, നാത്തൂനും. അവരിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ അവർക്ക് എന്താ ഏട്ടാ കൊടുക്കുക? വന്ന പറഞ്ഞ് ഞാൻ ഷെയ്ക്കാൻ്റെ കൊടുക്കും, അതുമായിട്ട് അവര് തിരിച്ചു പോകും. അതല്ല, പിന്നെ ഭക്ഷണം നല്ല ആഹാരം വല്ലതും കൊടുക്കണ്ടേ? പിന്നെ ഇവിടെ തേങ്ങാക്കോല ഇരിക്കുന്നു, എടുത്തിട്ട് കൊടുക്കാൻ. ഏട്ടാ ഒന്ന് പറയട്ടെ, എന്തെങ്കിലും. എന്നാ കൊടുക്കാനാ? ഒരു കാര്യം ചെയ്യാം, അവർക്ക് ബിരിയാണി കൊടുക്കാം. അല്ല, ബിരിയാണിയിൽ എന്തെങ്കിലും ഇടാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഇടാവല്ലോ. ഇപ്പൊ വണ്ടി അടിച്ചല്ലോ ആട്ടുംകൂട്ട്, ആ പണ്ടാരത്തിന്റെ മുറിച്ച് അങ്ങോട്ട് നമുക്ക് ബിരിയാണി വെച്ച് കൊടുക്കാം. പിന്നെ അല്ലാതെ എന്നാ ചെയ്യാനാ? എന്നാ കൊടുക്കും ഏട്ടാ? ഇപ്പൊ എന്നാ കൊടുക്കണം? ബിരിയാണി തന്നെ കൊടുക്കാം. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് സർക്കസ് തുടങ്ങുന്നുണ്ട്, നമുക്ക് സർക്കസ് കാണിക്കാൻ കൊണ്ടായാലോ? അവർ ആദ്യമായിട്ട് വരുമല്ലോ, തിന്നാനോ ഇല്ല. സർക്കസിനെ കുറിച്ച് മിണ്ടി പോലെ കേട്ടോ, 5 പൈസ ഇല്ലാത്തപ്പോഴാ നിന്റെയൊക്കെ സർക്കസ്. അവിടെ സുശീലയും ശാന്തി ഒക്കെ സർക്കസ് കണ്ടേട്ടാ. അവർക്ക് പൈസ ഉണ്ടല്ലോ, അവര് പോട്ടെ. അവിടെ ചിമ്പാൻസി ഉണ്ടെന്ന്. ആണോ? അയ്യോ, ചിമ്പാൻസിയെ കാണാൻ സർക്കസിന് പോകേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലോട്ട് ചെന്നാ മതി. നിങ്ങളുടെ തള്ള അവിടെ അല്ലേ ഇരിക്കുന്നത്? ഇല്ല, നമുക്ക് എന്താ ചിമ്പാൻസി ഇങ്ങനെ ചാടി ചാടി ഡാൻസ് ചെയ്യുന്നു. ആണോ? നിനക്ക് സർക്കസ് കണ്ടാ മതിയില്ലേ? ഞാൻ ഇവിടെ കിടന്ന് കാരണം അറിയാം, തല കൊത്തി നിൽക്കാം, പിന്നെ കാലും ഇങ്ങനെയൊക്കെ നിൽക്കാം. അത് സർക്കസ് ആണെന്ന് തോന്നുന്നു. അയ്യോ, എനിക്ക് സർക്കസാ കാണേണ്ടത്, കൊരങ്ങൻ കളിയല്ല. അത് ശരി ചേട്ടാ, എന്താ ചേട്ടാ, വാ ചേട്ടാ, സർക്കസ് കാണാൻ പോവാൻ ചേട്ടാ. സർക്കസ് കാണാൻ പോണോ? പിന്നെ ഏട്ടൻ ഒരു കാര്യം അറിയോ? അവിടെ ഇപ്പൊട്ടാംസിൽ തീറ്റ കൊടുക്കുന്നത് ആരാന്നറിയോ? ഇല്ല. ഇത്രയും പോകുന്ന നിക്കറിട്ട് ഇത്രയും പോകുന്ന ഒരു തടിച്ചി. ഇത്രയും പോകുന്ന നിക്കറിട്ട് ഇത്രയും പോകുന്ന ഒരു തടിച്ചി. ആണോ? എന്നാ വേഗം ഒരുങ്ങിക്കോ. ഇത്രയും നിക്കറിട്ട ഇപ്പൊട്ടാംസിനെ കണ്ട് കൊറേ നാളായി. ഒരുങ്ങിക്കോ. ആ ചേച്ചിയേ, ശകലം വെള്ളം നട. വെള്ളം, ഇച്ചിരി വെള്ളം. അത് ശരി. നിന്നെ ഞാൻ എന്ന് ശ്രദ്ധിക്കുന്ന, ഈ വീടിന്റെ വാതിക്ക വരുമ്പോ നിനക്കൊരു ദാഹം. നീ എത്രയോ കട പാസ് ചെയ്ത് ഇങ്ങോട്ട് വന്നേ. ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു സോഡ വാങ്ങിച്ചു കുടിച്ചാൽ നിന്റെ ദാഹം തീരത്തില്ലേ? എന്റെ ചേട്ടാ, ഈ ചേച്ചിക്ക് നല്ല കൈപ്പുണ്യ. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ ദാഹം പമ്പടക്കും. നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് നീ പാതിരാത്രിയിലൊക്കെ ഓരോരുത്തരുടെ കൈപ്പുണ്യം നോക്കാൻ കയറുന്നുണ്ടെന്ന്. പക്ഷെ അത് ഇവിടെ വേണ്ട കേട്ടോ. അല്ല, ചേച്ചി ഇച്ചിരി വെള്ളം കൊണ്ടു തരുവാണെങ്കിൽ വെള്ളം എടുത്തോണ്ടോ, ഇവന്റെ ദാഹം തീർക്കാം. പിന്നെ നല്ല ദാഹം ഉണ്ടല്ലേ? നല്ല ദാഹം. ശരി ചേട്ടാ, ഇത് മതിയോ? ഇത് മതി. അല്ല, ചേച്ചി തന്നെ കേട്ടോ വെള്ളം, ചേച്ചി തന്നെ. ചേച്ചി തന്നെ. അപ്പൊ ഞാൻ തന്നാ കുടിക്കത്തില്ല? അതല്ല, കുടിയടാ. അതല്ല, ചേച്ചി തന്നാ മതി. അല്ല, കുടിയാ. ചേട്ടൻ തരണ്ട, ചേച്ചി. എനിക്ക് നല്ല കൈപ്പുണ്യ. അല്ല, എത്ര നല്ല പാൽപ്പായസമാണെങ്കിലും അത് കുരങ്ങെടുത്ത് പോയില്ലേ ചേട്ടാ? അത് ശരി. അവന്റെ ഒരു ദാഹം നീ മേലെ ഇവിടെ കണ്ടുപോകല്ലോ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇങ്ങി വന്നേ. നീ ഇവിടെ ദാഹിക്കുന്നെന്നും പറഞ്ഞ് ആദ്യമേ കയറി വരും, വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് ഇവളോട് നമ്പർ ചോദിക്കും. അത് കഴിഞ്ഞ് നീ ചോദിക്കും ഈ ഫേസ്ബുക്കിൽ കയറുന്നുണ്ടോ, വാട്സപ്പിൽ കയറുന്നുണ്ടോ, നെറ്റിൽ നിന്ന് ഇറങ്ങിയോ, നെറ്റിലോട്ട് കയറിയോ, പിന്നെ നമുക്ക് തെറ്റിലോട്ട് ഇറങ്ങാം എന്നൊക്കെ പറയും ഇല്ലേ? അതിനല്ല നീ ഇവിടെ വന്നത്. അത് തന്നെയല്ല, പിന്നെ നിങ്ങൾ തമ്മിൽ ചിരിക്കും, പിന്നെ സിനിമയ്ക്ക് പോവും, പാർക്കിൽ പോവും, ബീച്ചിൽ പോവും, പിന്നെ ലോഡ്ജിൽ പോവും. എന്റെ ചേട്ടാ, ഞാൻ അത്രക്കാരനല്ല. നീ അത്രക്കാരനല്ലെന്ന് എനിക്കറിയാം, പിന്നെ പക്ഷെ ഇവിടെ അത്രക്കാരില്ല. നിങ്ങൾ ഇവിടെ കടന്ന് ചൂടാവുന്നുണ്ടല്ലോ. ഈ ചൂടാവില്ല അണ്ണാച്ചി വരുമ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കേൾക്കാൻ നിൽക്കണോ? എടി, നീയല്ല പൈസ വാങ്ങിച്ചേ, പിന്നെ ഞാനെന്തിനാ അയാളോട് ചൂടാകുന്നേ? നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ ഞാൻ പൈസ വാങ്ങിയത്. ആണോ? എന്നാ ഞാൻ മുങ്ങുവാ. നീ അണ്ണാച്ചിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് സോൾവ് ആകും. നിങ്ങൾ എന്തെങ്കിലും സമാധാനം പറഞ്ഞിട്ട് പോന്നേ. ചെറിയൊരു അത്യാവശ്യം ചേച്ചി, ഒരു 500 രൂപ. 500 രൂപയോ? ഞാൻ ഇവിടുന്നിട്ട് 500 രൂപ വരും. ആടിന് വണ്ടി ഇടിച്ച് കിടക്കുക. ചേച്ചി, അതിലെ എന്റെ വെല്ലുമ്മച്ചിയെ കെട്ടിങ്ങനെ തലയിറങ്ങി വീണു, ആശുപത്രി കൊണ്ടുവരിക. പൈസ ഇല്ലെങ്കിൽ പറ്റത്തില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യോ, എനിക്കൊരു 110 രൂപ വരും. അത് ശരി. ഇറന്നതിന് തുറന്നതിനു ചേച്ചി പൈസ ഉണ്ടെങ്കിൽ ഒരു 500 രൂപ തന്നെ. എന്റെ സത്യമായിട്ടും പൈസ ഇല്ലടാ. ആ അണ്ണാച്ചി വരുന്നുള്ള പേടിയില്ല ഞാന്. ഞാൻ പൈസ പോയി വെല്ലുമിച്ചം കൊണ്ട് പോയിരിക്കും. അണ്ണാച്ചി 4 ആഴ്ചയായി വന്ന് മടങ്ങി പോണു. എന്തെങ്കിലും ഒരു പോൻമൊഴി പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ണാച്ചി, എനിക്ക് എന്റെ വെല്ലുമച്ചി. എടാ എന്താടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അണ്ണാച്ചി വരുന്നേ. ഞാൻ ആലോചിക്കട്ടെ, എന്തായാലും വഴി ഉണ്ടാക്കാം. പൈസ ഇത് എങ്ങനെ ഉണ്ടാക്കും ആലോചിച്ചിട്ട്. അണ്ണാച്ചിയുടെ കേസ് ഇട്ടില്ലേ? അണ്ണാച്ചിയുടെ കേസ് ഇട്ട് ഞാൻ സോൾവ് ആക്കി തന്നാൽ എനിക്ക് എന്നാ തരും? പൈസ തരുമോ? പൈസ തരുവാണെങ്കിൽ അതിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. ഉറപ്പാണേ? ഉറപ്പായിട്ടും. എന്നാ ഞാനൊരു വകുപ്പ് പറഞ്ഞുതരാം. ഈ ബുദ്ധി അതുപോലെ പ്രവർത്തിച്ചാൽ മതി. ചെവി കണ്ടേ? എന്നെ കൊണ്ട് നന്നായിട്ട് അഭിനയിച്ചാൽ മതി. സൂപ്പറായിട്ട് ജയിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ അവാർഡ് ഉറപ്പാ.
അഭിനയിക്കാൻ എന്നെ കൊണ്ടൊക്കെ പറ്റുമോ? പിന്നെ ചേച്ചിക്കല്ലേ അഭിനയം അറിയൂ. എന്നാ ഞാൻ വാരി വെതറിയാലോ? ആയിക്കോട്ടെ, അണ്ണാച്ചി വരും, ഞാൻ പുറകെ നിൽക്കാം. അണ്ണാച്ചി വരുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പൈസ പകുതി തരാം. അമ്മാ മായമ്മ അയ്യോ അണ്ണാച്ചി, 4 வாரம் ஆச்சு காசு கிடைக்கல. குடு 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 குடு. அண்ணாச்சி அது வந்து அடுத்த கிழமை தரேன். முடியாது முடியாது, இதுதான் முன்னாடி சொன்னது தெரியாது. நாளை குடு 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 காசு கொடு. அல்ல அண்ணாச்சி, அது என்னன்னு தெரியுமா, அந்த வேலை இல்லை. எனக்கு வேலை இருக்கு அம்மா, நான் வந்து தொழிலாளி, முதலாளி வேற அம்மா. காசு கூடமா, மொத்தம் 430 ரூபாய் கொடுங்க. நாளைக்கு தரேன். இதுதான் കഴിഞ്ഞ ആഴ്ച சொன்னது. போற 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 இன்னைக்கு தான் கிட்டற மொத்தம் 430 ரூபாய் கொடுங்க. முருகா, அது சாமினா அப்படியே அப்படியே ஒண்ணும் இல்ல. அண்ணா காசு கூடமா, எந்தம்மா நீங்க இப்படி? என்ன முருகா, விடு விடுமா. நான் உன்னோட என்ன முருகா, அம்மா நீங்க எனக்கு தங்கச்சி மாதிரி. தங்கச்சி மாதிரி பைசா கிடைக்கணும். அப்பதான் நீங்க கண்டிப்பா இன்னைக்கு பைசா கிடைக்கணும், இல்லை நான் போக மாட்டேன். பைசா கிடைச்சாலே நீங்க அத போவுள்ளு. அப்ப சொல்லல, நான் வந்து தொழிலாளி, முதலாளி வேற இருக்கு. என்னோட வேலை தான் இது. குடு குடு குடு, இப்ப கொண்டு வராவே. காசு கொடு. இங்கே நில்லுங்க, இப்ப தரேன். என்கிட்ட இந்த மாதிரி ஒன்றும் வேலை ஒன்றும் வேண்டாம். காசு கொடுக்காம நான் இங்கிருந்து போக மாட்டேன். எங்க காசு கொடுமா. காசு தரேன். கொடு தரேன். ஐயோ ஓடி வாயோ, என்ன காரி பிடிச்சே. ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പിടിക്കല്ലേ? നീ വന്നേ, നീ അണ്ണാച്ചി അല്ല, നീ പെണ്ണാച്ചിയാ. கிட்ட காசு கிடைக்கல, அது மாதிரி போயிட்டு இந்த மாதிரி ஆக்ட் പെരിയാർ ഇന്ന് വെള്ളം കൊണ്ടുപോയപ്പോഴല്ലേ ഞാൻ ഫോട്ടോ വെച്ചിരിക്കുന്നത്. அந்த மாதிரி ஒண்ணுமே செய்யலனா വൃത്തികെട്ടവനെ. നീ വന്നേ, നീ മുല്ലപ്പെരിയാറിന്ന് വെള്ളം മോട്ടിച്ചോണ്ട് പോയപ്പോ തൊട്ട് നിന്നെ ഞാൻ നോക്കി നിൽക്കുന്നേ. நான் வந்து தமிழ் மலையாளம் தெரியாதப்பா. மலையாளத்தை நீ வாய்க்கணும். தெரியாது சொல்லலையா? சூச்சிச்சா துக்கிக்கണ്ട, നിനക്കുള്ള മുന്നറിയിപ്പ്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? അടിപൊളി അവര് ചേച്ചി സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അവന്റെ ബാഗിൽ എന്റെ നോക്കട്ടെ, ഞാൻ നോക്കണ്ട. ഞാനൊന്ന് നോക്കട്ടെ, ആഗ്രഹം കാണിക്കല്ലേ. എന്റെ തമ്പുരാനെ, കാശിന്റെ പെരളിയത് 10,000 രൂപ. ഞാൻ തരാം. സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ എന്റെ വെല്ലുമിച്ചിയുടെ കാര്യം നടക്കും, ചേച്ചിയുടെ കാര്യം നടക്കും. നീ പോയിക്കോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേരാം. നീ പോയിക്കോ. അല്ല, ഞാനെങ്ങനെ പോകും? നീ പോക്കോ. പോയാ ശരിയാക്കി. ഞാൻ തരാന്ന്. അല്ല, നമ്മളെ മേലൊരു കരാറില്ലേ? എന്നാ കരാറ്? പകുതി 50-50. 50-50? എന്താ 50-50? അതിനെ വർദ്ധന പറയും. നിങ്ങൾ പകുതി പൈസ അണ്ണാച്ചത് കിട്ടിയ പകുതി തരാന്ന് പറഞ്ഞില്ല. അണ്ണാച്ചി തരുമ്പോ തരാന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇത് ഞാൻ അഭിനയിച്ച അണ്ണാച്ചിനെ തട്ടിപ്പറിച്ചതല്ലേ. തട്ടിപ്പറിച്ചാലും തന്നാലും പൈസ കൈ വന്നല്ലോ. അപ്പൊ പകുതി തരുമെന്നുള്ള കർത്തവ്യം നിങ്ങൾക്കുള്ളതല്ലേ? പിന്നെ അണ്ണാച്ചി തന്നതാണെങ്കിൽ ഞാൻ തിരിച്ചു തരാന്നാ ഞാൻ പറഞ്ഞത്. ഇത് അണ്ണാച്ചിനെ ഞാൻ പിടിച്ചു പറിച്ചത്. ഇന്ന് ഞാൻ ഒരു കോളനിയിലെ പെണ്ണുങ്ങളുടെ പണിയാണ്ടല്ലോ. ദേ ഇങ്ങോട്ട് നോക്കി, എന്നോട് കാണിക്കരുത്. ആള് വേറെയാ. എന്റെ സ്വഭാവം എന്താണെന്ന് തനിക്ക് അറിയത്തില്ല കേട്ടോ. പകുതി പൈസ തരാന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ട് ഈ കളിയെല്ലാം കളിപ്പിച്ചത്. ബുദ്ധി പറഞ്ഞു തന്നെ ഞാനാ. ഒരുമാതിരി കളി കൊണ്ട് എനിക്ക് വരണേ. അയ്യോ മണാന്ന് വർത്താനം പറയല്ലേ. അധികം കളിച്ചാൽ ഞാൻ എന്നെ ചെവി പിടിച്ചെന്ന് പറയേ. നിങ്ങൾ എന്നാ ഈ പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ എന്നാതല്ല നിങ്ങൾ ചുമ്മാ കുളം പിടിക്കാതെ ഈ കോളനി ഇങ്ങനെ തന്നെ കിടക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിന് ഇന്ന് രാത്രി ഇട്ടടി അടിക്കും. തനിക്ക് ചോണയുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണോ? ഞാൻ ആളാണെങ്കിൽ മേടിച്ചിരിക്കും. പൈസ വാങ്ങോ? പൈസ തരുന്നുണ്ടോ ഇല്ലയോ? എന്റെ കയ്യിൽ നിന്ന് താൻ പൈസ മേടിക്കോ? എന്റെ കാശ് തരുന്നുണ്ടോ? അയ്യോ എന്നെ കേറി പിടിച്ചേ. അയ്യോ ഓടി വായോ, എന്നെ കേറി പിടിച്ചേ. അയ്യോ എന്നെ കേറി പിടിച്ചേ. ഓടി വായോ, എന്നെ കേറി പിടിച്ചേ. അയ്യോ എന്റെ ചാരിത്രത്ര അവൻ എന്നെ കയറി പിടിച്ചു. ഞാൻ പിടിച്ചില്ല. ഇതുവരെ ഞാൻ കയറി പിടിച്ചിട്ടില്ല. ഇന്ന് വന്ന് നീ പിടിക്കുമല്ലേ? നിനക്കും കൂടെ ഉള്ള മുന്നറിയിപ്പ് അത് എഴുതി വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എനിക്കൊരു കാര്യം മനസ്സിലായി. പെണ്ണ് വരുമ്പോട്ടാൽ ബ്രഹ്മന് പോലും തടുക്കാൻ പറ്റില്ല.
ഈ മിമിക്രി വേദി അല്ലെങ്കിൽ ഈ സിനിമാ ചിരിമയുടെ ഈ വേദി നമ്മൾ ആദ്യമേ നമ്മളുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് അവശകലാകാരന്മാരെ അല്ലെങ്കിൽ അപകടം പറ്റിയവരെ, നമ്മളിൽ നിന്ന് വിട്ടുപോയവരെ ഒക്കെ അവരുടെ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുക. ആ ചടങ്ങാണ് ഇപ്പോൾ നമ്മളുടെ ഒരു വളരെ സിനിമാ രംഗത്തും അല്ലെങ്കിൽ TV രംഗത്തും മിമിക്രി രംഗത്തും ഒക്കെ അറിയപ്പെട്ടിരുന്ന ഒരു കലാകാരനാണ് ശ്രീ മോനിലാൽ അല്ലേ? തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മുടെ ഒരു ചെറിയ മരണമായിരുന്നു. മോനിലാലിന് സ്കൂട്ടർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റിലാണല്ലോ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് കൈമാറാനായിട്ട് നമ്മൾ സാജനെ ഏൽപ്പിക്കും. അതുപോലെ തന്നെ സുരേഷ് ഗോപി ഈ വേദിയിൽ വരികയും VD രാജപ്പൻ്റെ കുടുംബത്തിന് അദ്ദേഹം ഒരു ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതും സാജനെ ഏൽപ്പിക്കുകയാണ്, അത് കൈമാറാൻ വേണ്ടിയിട്ട്. ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് സാജനെ വിളിക്കുന്നത്. മോനിലാലിൻ്റെ കുടുംബത്തിന് സുരേഷ് ഗോപി ഈ വേദിയിൽ വന്ന് പ്രഖ്യാപിച്ചതാണ് VD രാജപ്പൻ്റെ കുടുംബത്തിനുള്ള സഹായം. അത് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാനായിട്ട് സാജനെ ഏൽപ്പിക്കുകയാണ്. അതും കൂടി ഏൽപ്പിക്കുക. ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്നു, പ്രകടനം നടത്തി. പലരും ഈ വേദിയിൽ നിന്ന് സിനിമയിലേക്ക് പോയി. ഇനിയും വരാൻ ഒരുപാട് അവസരങ്ങൾ അവർക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു, പലർക്കും വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ മിമിക്രി കലാകാരന്മാർ പങ്കെടുത്ത ഒരു കോമഡി പ്രോഗ്രാം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭീമാ സിനിമ ചിരിമ ഒരു ചരിത്ര സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഒരുപാട് കാലം ശരിക്കും നന്നായി പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്വന്തം അനുജൻ സാജനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശം നൽകുകയും ഇക്കയായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് വേണ്ടി എല്ലാം പ്രവൃത്തി ഇത്ര സമയത്ത് എത്തണം, നമുക്കിന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഉഷാറോടുകൂടി ഇതിനുവേണ്ടി ഒരുപാട് സമയം നീക്കി വെച്ച ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട KS പ്രസാദേട്ടൻ. എൻ്റെ വീട് ചാലക്കുടിയിലാണെങ്കിൽ പോലും എനിക്കിവിടെ എറണാകുളത്തേക്ക് എത്താൻ പറ്റാത്ത സമയത്ത് ഒട്ടുമിക്ക കാര്യങ്ങളും ചിലത് സൈൻ ചെയ്യിക്കാൻ, ഒപ്പിടിക്കാനൊക്കെ ഇവിടെ നിന്ന് ബസ് കയറി ഓടി എത്തുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുത്തും കുത്തും എല്ലാ പരിപാടികളും ചെയ്യുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട എബിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു വലിയ കടലിന് നടുക്ക് കര കാണാതെ ഞങ്ങൾ ഒരു കപ്പലുമായി യാത്ര ചെയ്യുകയായിരുന്നു. ആ കപ്പൽ കരക്കടിപ്പിക്കുകയും ഒരുപാട് ആളുകൾ അതിൽ കയറുകയും മറുകര കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല മുഹൂർത്തമാണ്. എന്ന സംഘടന സിദ്ദിഖിക്ക നേതൃത്വം നൽകി മലയാള മനോരമ മഴവിൽ ചാനൽ അത് ഏറ്റെടുക്കുകയും അത് പറഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ തീർക്കുകയും ഞങ്ങളെക്കാൾ മുമ്പ് സിനിമ തട്ടായാലും മിമിക്രി തട്ടാലത്തു നിന്നും സിനിമയിലേക്ക് പോയവരും വർത്തമാന കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്തിയവരും ഇനി സിനിമാ ചിരിമയിലൂടെ സിനിമയിലേക്ക് എത്താൻ പോകുന്നവരും വന്നുകൊണ്ടിരിക്കുന്നവരും നിരവധി കലാകാരന്മാരുണ്ട്. ഈ കപ്പലിൽ എല്ലാവരും കയറിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാവരും അറിഞ്ഞും അറിയാതെയും ഒക്കെ ഓടി വന്ന് കയറി അവരെ കൊണ്ട് ആകാവുന്ന രീതിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചു. പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള നിരവധി താരങ്ങൾ സിദ്ദിഖിക്ക, ലാലേട്ടൻ, അതുപോലെ ജയറാമേട്ടൻ, ദിലീപ്, സലിംകുമാർ, സ്വരാജ് വെഞ്ഞാറമൂട്, ജയസൂര്യ എന്നുവേണ്ട ഒട്ടനവധി താരങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് അവർ യാതൊരുവിധ ലാഭവും മോഹിക്കാതെ ഞങ്ങളുടെ ഈ ട്രസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അലയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരുകളുടെ സഹായത്തിലേക്ക് അവരും പങ്കാളിയായതിൽ അതിയായ സന്തോഷം. വൈഡാങ്കിളും ഡാൻസിങ് ഡോട്ടേഴ്സും ചേർന്നാണ്. അതിൽ പ്രധാനപ്പെട്ടത് ജെൻസോയും പ്രേമേട്ടനുമായിട്ടാണ് ഞാൻ 3 തവണ കാണുകയും ഈ പരിപാടി നമുക്ക് മായ്ക്ക് വേണ്ടി എവിടെയെങ്കിലും സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രേമേട്ടൻ അന്ന് മുതൽ പ്രയത്നിക്കുകയും പിന്നീട് അത് കറങ്ങിത്തിരിഞ്ഞ് പലതവണ മുടങ്ങിപ്പോയിട്ട് സിദ്ദിഖിക്കയുടെ കയ്യിലേക്ക് വന്ന് വിടുകയും സിദ്ദിഖിക്ക അത് പറഞ്ഞു, നമുക്ക് മഴവിൽ മനോരമ ഏറ്റെടുക്കാൻ തയ്യാറാണ്, നമ്മളെല്ലാവരും ഒന്നിക്കണം, ഒരു കുടക്കീഴിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വൈദ്യസഹായവും ഓരോരുത്തരുടെ വീട്ടിൽ പോയി ഞങ്ങൾ കണ്ടു. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പലർക്കും സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇനി എത്തിക്കേണ്ടവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കല്യാണം നടത്തുമ്പോൾ ഒരുപക്ഷെ വിളിക്കാൻ മറന്നുപോകും. ചിലപ്പോൾ വീടിൻ്റെ മുറ്റത്തുള്ളവരാകാം, കൂട്ടുകാരാകാം, ബന്ധുക്കാരാവാം. അങ്ങനെ ആരെങ്കിലൊക്കെ ഈ കപ്പലിലേക്ക് ഞങ്ങൾ വിളിച്ചു കയറ്റാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, വൈകി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് തുടങ്ങി വെച്ച ടിനി ടോമിനെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ച മുഴുവൻ ആളുകളെയും ഓർത്തുകൊണ്ട് ഈ വേദിയിൽ ഒരാൾ കൂടി വരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ പ്രേമേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രേമേട്ടനെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്.
അതേപോലെ തന്നെ ഈ ഗ്രൂമറിൽ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ ഗ്രൂമറായ എബ്രഹാമുണ്ട്, സുബീഷുണ്ട്. ആ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. മറ്റു രണ്ടുപേരും കൂടിയുണ്ട്, ജയരാജും ഷിനോദും. ഇനി സിദ്ദിഖിക്കയെ ഞങ്ങളുടെ മാ എന്ന സംഘടന ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ പ്രേമേട്ടനും ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി മുന്നോട്ട് കടന്നു വരണം. പ്രേമേട്ടനെ പോലെ തന്നെ ഞങ്ങളോടൊപ്പം സഹകരിച്ച അതേ ആളാണ് ജെൻസോം. ജെൻസോം ഇന്ന് ഇവിടെ ഇല്ല. ജെൻസോന്റെ ഭാവത്തിൽ സിദ്ദിഖൊക്കെ തന്നെ അത് ഏറ്റുവാങ്ങണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ എല്ലാവരെയും ഇവിടെ എത്തിയിട്ടുള്ള ഒട്ടുമിക്ക താരങ്ങളും എത്തിയിട്ടില്ല, എല്ലാവരും തിരക്കിലാണ്. വന്നിരിക്കുന്ന എല്ലാ താരങ്ങളെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സമാപനം കുറിക്കുകയാണ്. അതിലെ അവസാന ഘട്ടമായി നമ്മുടെ ഇന്നിവിടെ 2 ആർട്ടിസ്റ്റും കൂടി നമ്മൾ പരിചയപ്പെടുത്താണ്. ഒന്ന് രതീഷ് വയലെ, പിന്നെ രജനി. 2 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ ഗ്ലാസ് വെച്ചാൽ ഏകദേശം എന്നെ പോലെയൊക്കെ ഇരിക്കുന്ന രൂപം തന്നെ അല്ലേ? തിരിഞ്ഞു നോക്കിയെന്ന്. ഇത് രണ്ടും ഒരുപോലെയാണല്ലോ എൻ്റെ പൊന്നുമക്കളെ. എന്തായാലും ഞാൻ ഒരുപാട് വേദികളിൽ എൻ്റെ ശബ്ദത്തിൽ പാട്ട് പാടുന്ന ആളാണ്. 2 പേരും നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ അവസരത്തിൽ എൻ്റെ ആ ശബ്ദത്തിൽ തന്നെ ഒരു പാട്ട് പാടാം. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ആ സ്റ്റെപ്പ് വരെ പഠിച്ചു വെച്ചേക്കാം. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. കുട്ടനാടൻ പുഞ്ചയിലെ തെയ്തകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ തിത്തിത്താരാ തിത്തി തെയ്തകതേതോ